ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഫുട്ബോൾ കളിക്കുന്ന ജീൻസും ടീഷർട്ടുമിട്ട് മോട്ടോർ ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു വിശുദ്ധനെ നമുക്ക് സങ്കല്പിക്കുവാൻ പറ്റുമോ? ഇനി തിരുവൾത്താരയിൽ വണക്കത്തിനായി ഈ യുവവിശുദ്ധനുമുണ്ടാകും കാർലോ, വിശുദ്ധ കാർലോ അക്വിറ്റസ്. ഇദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നാം അപേക്ഷിക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ശൈലിയിൽ ബി കൂൾ മാൻ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു യുവവിശുദ്ധനെ ഒന്ന് ഭാവന ചെയ്തേ. വിസ്മയം തോന്നുന്നുണ്ടോ? ഇന്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാം യുഗത്തിലായിരിക്കുന്ന യുവതലമുറയ്ക്കായി ദൈവം കയ്യൊപ്പ് ചാർത്തി ഉയർത്തിയ വിശുദ്ധ ജന്മം, കാലം കാത്തുവെച്ച പുണ്യം. 2025 സെപ്റ്റംബർ 7 വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ കാർലോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ കത്തോലിക്ക തിരുസഭയുടെ വിശുദ്ധരുടെ നിരയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുന്നു. കേവലം 15 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെയും മനുഷ്യരുടെയും ഹൃദയത്തിൽ ചേക്കേറിയ ഒരു യുവവിശുദ്ധൻ കാർലോ. സക്രാരിയിൽ ഏകനായി നമ്മോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന ഒരു ദിവ്യകാരുണ്യമുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ് തൻ്റെ ഹ്രസ്വമായ ജീവിതത്തിലൂടെ ആ സത്യം ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ കുഞ്ഞ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന സന്ദേശം സുവ്യക്തം. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഹൈടെക്നോളജി എങ്ങനെ വിവേകത്തോടെ വിരൽത്തുമ്പിൽ ചലിപ്പിച്ച് സുവിശേഷ സാക്ഷിയാകാം? എങ്ങനെ ഒരു സ്മാർട്ട് ടീനേജർ വിശുദ്ധ പദവിയോളം എത്തിച്ചേർന്നു? അതിന് ഉത്തരം ഒന്നു മാത്രം: ദിവ്യകാരുണ്യ ഈശോയുമായുള്ള ചങ്ങാത്തം. 1991 മെയ് 3 പോളണ്ടുകാരനായ ആന്റോണിയോ അക്വിറ്റസിന്റെയും ഇറ്റലിയിൽ നിന്നുള്ള ആൻഡ്രിയ അക്വിറ്റസിന്റെയും മകനായി കാർലോ ലണ്ടനിലാണ് ജനിച്ചത്. പിന്നീട് ഇറ്റലിയിലെ മിലാനിലേക്ക് അക്വിറ്റസ് കുടുംബം കുടിയേറിപ്പാർത്തു. കാർലോ പഠിച്ചതും വളർന്നതും മിലാനിലായിരുന്നു. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ കുർബാനയോടും അവന് അതീവ ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. 11ാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും പ്രാവീണ്യം നേടിയ ഈ ബാലൻ സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ദ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് ഓഫ് ദ വേൾഡ്. അതിൽ കാർലോ പ്രദർശിപ്പിച്ചത് ലോകത്തിൽ ഇന്നോളം നടന്നിട്ടുള്ള 136ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വസ്തുനിഷ്ഠമായ വിവരങ്ങൾ. അനേക ലക്ഷം ജനങ്ങൾ ഇതുവരെ സന്ദർശിച്ച ഈ വെബ്സൈറ്റ് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു. കാർലോ എന്നും എവിടെയും ഒരു പോസിറ്റീവ് വൈബായിരുന്നു. 15ാമത്തെ വയസ്സിൽ ലുക്കീമിയ ബാധിച്ച് വേദന അനുഭവിക്കുമ്പോഴും അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞില്ല. ദൈവം ഓരോ കുഞ്ഞിനും ജന്മവും ജീവിതവും നൽകി ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരു സ്വപ്നവും നിയോഗവും ആ വ്യക്തിയോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് അവിടുത്തെ സ്വപ്നം നെഞ്ചിലേറ്റി ജീവിച്ചാൽ നമ്മുടെ ഹ്രസ്വജീവിതവും ഈ ഭൂമിയെ ദൈവത്തിൻ്റെ പുതുമയുള്ള സന്ദേശമാകും. തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം തിരിച്ചറിയാതെ ജീവിച്ചു കടന്നു പോകുന്നവർ ട്രാക്ക് തെറ്റി ഓടുന്ന അത്ലറ്റിനെ പോലെയാണ്. കാർലോ തൻ്റെ ജീവിത നിയോഗം കണ്ടെത്തി, അത് പൂർത്തിയാക്കി. ഹോളി യൂക്രിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ എന്ന തൻ്റെ ആപ്തവാക്യം ജീവിച്ചു കാണിച്ചു. മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നമ്മുടെ യുവതലമുറ വീണു പോകുന്നു എന്ന നമ്മുടെ ഹൃദയ നൊമ്പരമായി മാറുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. നവമാധ്യമങ്ങളെ തൻ്റെ വിരൽത്തുമ്പിൽ വിവേകത്തോടെ ചലിപ്പിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ സൈബർ അപ്പോസ്തലനായി മാറിയ വിശുദ്ധ കാർലോ, ഞങ്ങളും നവമാധ്യമങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിച്ച് വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ.